നമസ്കാരം. ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് സംബാലിലെ സംഭവങ്ങൾ. അവിടെ കോടതി ഉത്തരവനുസരിച്ച് ആർക്കിയോളജിക്കൽ സർവേയുടെ ഒരു പരിശോധന നടക്കുകയും അതിനെ ചെറുക്കാൻ കുറച്ചാളുകൾ തടിച്ചുകൂടുകയും അതേ തുടർന്നുണ്ടായ കലാപത്തിൽ വെടിവെപ്പിൽ 5 ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഈ സംബാൽ കലാപത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ? അത് പരിശോധിക്കണമെങ്കിൽ കുറച്ചധികം കാലങ്ങൾ പുറകിലേക്ക് പോകണം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപ് വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ കേസ് ഉണ്ടാവുന്നത് ഒരു ഹിന്ദു പുരോഹിതനായിട്ടുള്ള മഹന്ത് ഋഷിരാജ് സിംഗ് ഗിരി, അദ്ദേഹം ഒരു ക്ഷേത്ര പൂജാരിയാണ്. അദ്ദേഹം അടക്കം 8 പേർ വിഷ്ണു ഭഗവാന്റെ ഭാവിയിൽ വരാനിരിക്കുന്ന അവതാരമായ കൽക്കിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രം സംബാലിൽ ഉണ്ടായിരുന്നു എന്നും ഹിന്ദുക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു അത് എന്നും 1529 ഹിജ്റ 933 ബാബറിന്റെ കൊട്ടാരം ഉദ്യോഗസ്ഥനായ മീർബേഗ് അദ്ദേഹം ആ ക്ഷേത്രം പൊളിച്ചു കളഞ്ഞ് അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു. ആ പള്ളി കാലങ്ങളോളം മുസ്ലിം ആരാധന നടന്നിട്ടില്ലായിരുന്നു. അതിൽ ഹിന്ദു ക്ഷേത്രം ആയതുകൊണ്ട് അത് തിരിച്ച് ഞങ്ങൾക്ക് അതിൽ ആരാധന നടത്താനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി ഫയൽ ചെയ്തു കോടതിയിൽ. സംബാലിലെ സിവിൽ കോടതി കഴിഞ്ഞ നവംബർ 19 ആ പള്ളിയിൽ സർവേക്ക് അനുമതി നൽകി. അന്ന് തന്നെ ആദ്യഘട്ട സർവേ നടന്നു. 2ാം ഘട്ട സർവേക്കായി 2024 നവംബർ 24-ാം തീയതി ഉദ്യോഗസ്ഥന്മാർ ആ മസ്ജിദിലേക്ക് വരികയും അതിനകത്ത് സർവേ നടത്തുകയും ചെയ്തു. ആ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ പുറത്ത് തടിച്ചുകൂടുകയും ആ ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്യുകയും അതിനെ തുടർന്ന് ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. ഷാഹി മസ്ജിദ് കമ്മിറ്റിയിലെ ചീഫായിട്ടുള്ള സഫർ അലി എന്നയാളുടെ വാക്കുകൾ പ്രകാരം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, ദയവ് ചെയ്ത് നിങ്ങൾ പിരിഞ്ഞു പോകണം, ഇത് നമുക്ക് തന്നെ ദോഷമായി തീരാനാണ് സാധ്യത എന്ന് ആളുകളോട് വീണ്ടും വീണ്ടും അദ്ദേഹം അഭ്യർത്ഥിച്ചു പിരിഞ്ഞു പോകണമെന്ന്. പക്ഷെ പിരിഞ്ഞു പോകാൻ തുടങ്ങിയ ആളുകളെ, അവിടെ തടിച്ചുകൂടിയ ആളുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ ചില ആളുകൾ അവിടെ എത്തുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൂടുതൽ അക്രമത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ആ പള്ളി കമ്മിറ്റിയിലെ പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തി, സഫർ അലി എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോ അതിനുശേഷം വെടിവെപ്പുണ്ടായി, 5 പേര് കൊല്ലപ്പെട്ടു. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ, ഈ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു. സംബാൽ MP, സമാജ്വാദി പാർട്ടിയുടെ MP ആണ് അവിടെ. ആ സംബാലിലെ MP സിയാഉർ റഹ്മാൻ ബർഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ 1-ാം പ്രതിയാക്കിയും അവിടുത്തെ MLAയുടെ മകൻ നവാസ് സുഹൈൽ ഇക്ബാലിനെ 2-ാം പ്രതിയാക്കിയും പോലീസ് കേസെടുത്തു. സമാധാനപരമായി പിരിഞ്ഞു പോകുന്ന ആളുകളെ അക്രമത്തിന് പ്രേരിപ്പിച്ചു, രാജ്യത്തെ നിയമ സംവിധാനം തകർത്തു എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള കേസ്.
അപ്പോൾ രാഷ്ട്രീയക്കാര് ഇത്തരം കേസുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അത് ഇല്ലെങ്കിൽ നിയമ സംവിധാനം മറികടന്നുകൊണ്ടും എങ്ങനെയാണ് വഷളാക്കുന്നത് എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ഈ MP-യും MLA-യുടെ മകനും കൂടി ആ ആളുകളെ അക്രമത്തിന് പ്രേരിപ്പിച്ചതിലൂടെ നമുക്ക് വെളിപ്പെട്ടത്. ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും 104 അതിനുശേഷം അവിടെ സർക്കാർ 144 നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. പക്ഷെ ആ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആ സ്ഥലത്തേക്ക് പോയി അവിടെ സന്ദർശിക്കാൻ ശ്രമിച്ചു. ഒരു നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അവർ അങ്ങോട്ട് പോകാൻ കഴിയുക? ആ സമയത്ത് അവിടുത്തെ ബന്ധപ്പെട്ട സർക്കാരിനും മറ്റുള്ളവർക്കും ക്രമസമാധാനം തിരികെ കൊണ്ടുവരാനുള്ള ആ കടമ നിർവഹിക്കാനുള്ള സമയം ആർക്കാൽ കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ അത് അനുവദിക്കേണ്ടേ? അതിനിടയിലാണ് ഈ നിയമപാലകർക്ക് തലവേദനയായിട്ട് ഇതുപോലുള്ള VIP-കളുടെ ഒരു തള്ളിക്കയറ്റം. നമ്മുടെ വിമാനറാഞ്ചലിന്റെ കാലത്ത് വൃന്ദാക്കാരട്ട് അടക്കമുള്ള ആളുകൾ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ ഈ മലത്തിനടുത്തേക്ക് പറന്നടക്കുന്ന മണിയനീച്ചയെ പോലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ സംഭവം ഒന്നുകൂടി വഷളാക്കി അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. അത് പോലീസ് തടഞ്ഞ് അവരെ തിരിച്ചയച്ചു. എന്താണ് ഈ സംഭവ പ്രശ്നത്തിനും ഈ അവകാശവാദത്തിനും ഈ കേസിനും പിന്നിലുള്ള യഥാർത്ഥ കാരണം? നമുക്കറിയാം 1529 ബാബറാണ് ഈ ക്ഷേത്രം പൊളിച്ച് അവിടെ ഒരു പള്ളി നിർമ്മിച്ചു എന്നുള്ളതാണ് ഹർജിക്കാരുടെ വാദം. അത് തന്നെ 1877 ഇന്ത്യയിലെ AICയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള ജനറൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അലക്സാണ്ടർ കണ്ണിംഗ്ഹാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സർവേ നടത്തുകയും ആ സർവേ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു അവിടെ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന്. ആ പള്ളിയുടെ തൂണുകൾ കുമ്മായം പൂശി മറച്ചതായിരുന്നു. അത് ചുരണ്ടി നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ക്ഷേത്രത്തിന്റെ തൂണുകൾ തെളിഞ്ഞു വന്നുവെന്നും അത് മാത്രമല്ല കൃത്യമായിട്ടുള്ള തെളിവായി അവിടെ ഒരു ശിലാലിഖിതമുണ്ട്. അവിടെ നിലനിന്നിരുന്ന ഒരു ക്ഷേത്രം പൊളിച്ച് ബാബറാണ് ഈ പള്ളി പണിതതെന്ന് ഒരു ശിലാലിഖിതമുണ്ട്. ആ ശിലാലിഖിതത്തിന് ഒരു വശത്ത് അറബി ആണെങ്കിൽ മറുവശത്ത് സംസ്കൃതത്തിൽ ക്ഷേത്രത്തെ കുറിച്ചുള്ള ലിഖിതങ്ങളായിരുന്നു എന്ന് കൃത്യമായിട്ട് അവിടുത്തെ AIC റിപ്പോർട്ടിൽ അന്നത്തെ 1879 റിപ്പോർട്ട് സമർപ്പിച്ചത്. 77 തുടങ്ങി 79 റിപ്പോർട്ട് സമർപ്പിച്ചത്. 1857 ഒരു കലാപം നടക്കുകയുണ്ടായി. ആ കലാപം നടന്നതിന് ശേഷമാണ് അതുവരെ അത് കൃത്യമായിട്ട് ഒരു മതവിഭാഗത്തിന്റെയും കീഴിലല്ലാതെ അങ്ങനെ കടന്നിരുന്നതാണ്. പണ്ടത്തെ ബാബർ അടക്കമുള്ള സുൽത്താൻമാർ ഇന്ത്യ കീഴടക്കിയപ്പോൾ, ഭാരതത്തെ കീഴടക്കിയപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ അവഹേളിക്കുകയും അവരിലൊരു അപമാനഭാരവും ഒരു അടിമത്ത ബോധവും സൃഷ്ടിക്കുവാൻ വേണ്ടി അവർ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന ആരാധനാലയങ്ങളെ തച്ചു തകർക്കുകയും അവ മലിനമാക്കി അവ പിടിച്ചെടുത്ത് അതിനു മുകളിൽ അവരുടെ ഈ അക്രമകാരികളെ രാജാക്കന്മാരുടെ വിശ്വാസ പ്രമാണമുള്ള ആരാധനാലയങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ഈ ജനതയ്ക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ജനതയെ എന്നും അടിമകളാക്കി കൊണ്ടു നടക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് അത്തരം രാജാക്കന്മാർ, അത്തരം സുൽത്താൻമാർ ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. നമുക്കറിയാം ടിപ്പു സുൽത്താന്റെ ക്ഷേത്ര ധ്വംസനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വളരെയധികം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഇത്രയും തെളിവുകൾ ഈ ക്ഷേത്രമായിരുന്നു ഈ കെട്ടിടം എന്നുള്ളതിരിക്കെ ഒരു കോടതി ഉത്തരവിനെ തുടർന്ന്, ഈ രാജ്യത്ത് നിയമ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു കോടതി ഉത്തരവിനെ തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ, നമ്മുടെ സർക്കാരിന്റെ കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഒരു സർവേ നടത്തുകയും ആ സർവേ ബലമായി തടയുകയും ചെയ്തതിലൂടെ എന്ത് സന്ദേശമാണ് സമാജ്വാദി പാർട്ടി അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ ചെയ്യുകയും ചെയ്യുന്നത്? ആ കീഴ്ക്കോടതിയുടെ വിധി തെറ്റാണെങ്കിൽ നമുക്കറിയാം ഒരുപാട്
സംവിധാനങ്ങളുണ്ട്. അതിനു മുകളിൽ ഹൈക്കോടതിയുണ്ട്, അതിനു മുകളിൽ സുപ്രീം കോടതിയുണ്ട്, ഭരണഘടനാ ബെഞ്ചുണ്ട്. അങ്ങനെ ഒരുപാട് വഴികൾ നീതി ലഭിക്കാൻ ഉണ്ടെന്നിരിക്കെ എന്തിനാണ് ഇത്തരം ഒരു കലാപം സൃഷ്ടിക്കുവാൻ ഇവർ തയ്യാറാവുന്നത്? മാത്രമല്ല, സംബാൾ ഷാഹി മസ്ജിദിന്റെ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ അക്രമം നടത്തരുത്, നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് അവിടെ തടിച്ചുകൂടിയ ആളുകളോട് അപേക്ഷിക്കുമ്പോൾ പിരിഞ്ഞു പോയി തുടങ്ങിയ ആളുകളെ വീണ്ടും അക്രമത്തിലേക്കും ഒരു ലഹളയിലേക്കും നയിക്കാൻ അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ, പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ശ്രമിച്ചത് എന്തുകൊണ്ട്? ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ അപകടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന പ്രധാന പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യയിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ പരിണിത ഫലമാണ് സംബാലിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം ഒന്നു ചേർന്ന് ജീവിച്ചിരുന്ന ആളുകൾ ഒരു കുടുംബത്തിൽ പോലും സ്വത്തിനും മുതലിനുമൊക്കെ വേണ്ടിയിട്ട് കേസ് പരസ്പരം നടക്കാറുണ്ട്, വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് രമ്യമായി പിന്നീട് പരിഹരിക്കപ്പെടാറുമുണ്ട്. നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അവ രമ്യമായി പരിഹരിക്കപ്പെട്ടു പോകാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്കറിയാം, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒരു ആരാധനാലയത്തെ സംബന്ധിച്ച് തർക്കമുണ്ടായി. അത് കോടതിയുടെ മുൻപിലാണ്. കോടതി കൃത്യമായിട്ട് അതിൽ വിധി പുറപ്പെടുവിക്കുന്നു. ആ വിധി ഒരു വിഭാഗത്തിന് സ്വീകാര്യമല്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാവുന്നതാണ്. പക്ഷേ അതിനെ, ആ കോടതി വിധിയെ പോലും അട്ടിമറിക്കുന്ന രീതിയിൽ അതിനെ ചെറുക്കാനാണ് ഒരു വിഭാഗം ആളുകളെ പ്രേരിപ്പിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയക്കാര്. അത്തരം രാഷ്ട്രീയക്കാരെ മുന്നിൽ നിർത്തിവിട്ട് അത്തരം രാഷ്ട്രീയത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്നുള്ള വൃത്തികെട്ട ഒരു കളി കളിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ. രാജ്യം എന്തായാലും തങ്ങൾക്ക് തിരിച്ച് അധികാരത്തിൽ വരണം എന്നുള്ള ഒരു നികൃഷ്ടമായ ചിന്തയിൽ നിന്നാണ് ഇത്തരം കളികൾ ഉണ്ടാകുന്നത്. അവരെ ഈ രാജ്യം തിരിച്ചറിയണം എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. സംബാലിൽ സമാധാനം പുലരട്ടെ. നമുക്ക് നമ്മുടെ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ശിഖനും ജൈനനും ബുദ്ധനും ഏകോദര സഹോദരന്മാരെ പോലെ കഴിയാൻ ഇനിയും സാധ്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. നമസ്കാരം.